ഹലോ ഫ്രണ്ട്സ്. അപ്പം എൻ്റെ ഓണം പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. എൻ്റെ സ്കൂളിൽ ഓണപ്പരീക്ഷയും എന്താ പറയുക ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞ് സെറ്റായിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണൊന്ന് വീഡിയോ ഇടാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് ഉത്രാട ദിവസമാണ്. നമ്മളിതേ ഉത്രാട വിളക്കൊക്കെ കത്തിച്ചു. അപ്പോൾ ഉത്രാട ദിവസം രാത്രി എടുത്ത വീഡിയോ ആണിതൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഉത്രാടം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഉത്രാട പാച്ചിൽ തന്നെയാണ്. അപ്പം ഈ സാധനങ്ങൾ മേടിക്കണം, പച്ചക്കറി മേടിക്കണം, അരി മേടിക്കണം, അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പം മേടിക്കേണ്ട ആവശ്യമാണല്ലോ ഈ ഉത്രാടം ദിവസം എന്ന് പറയുമ്പോൾ. പിന്നെ അതേ നമ്മൾ വെളിയിലും കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, വിളക്കിങ്ങനെ ഇങ്ങനെ മറ്റേ കൽവിളക്കിനകത്തൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇതിനെക്കാട്ടിലും അടിപൊളിയാണ് അപ്പുറത്തെ വീട്ടിൽ എന്താ പറയുക കളർ ലൈറ്റ്. എന്ത് രസമല്ലേ കാണാൻ, സൂപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓണത്തിനുള്ള പാച്ചിലാണ്. അപ്പോൾ ഉത്രാടപ്പാച്ചിൽ നമ്മുടെ വീട്ടിലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ പച്ചക്കറിയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അമ്മ ദേ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സ്പീഡിന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, മാങ്ങാച്ചാറ്, നാരങ്ങാച്ചാറ്, ഇഞ്ചി, സാമ്പാർ, ചോറ്, പരിപ്പ്, പപ്പടം, പായസം എല്ലാം വയ്ക്കും. അപ്പോൾ ഒരു ഉത്രാട പാച്ചിൽ തന്നെയാണിത്. അപ്പോൾ അതേ ഞാൻ ഇഞ്ചി തൊലിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ദേ മാങ്ങാച്ചാറ് ഉണ്ടാക്കാനുള്ള മാങ്ങ ഞാൻ അരിയാനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാനും സഹായിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മേ. ഞാനും അമ്മയും അമ്മൂമ്മയും കൂടെ എല്ലാം കൂടെ എന്താ പറയുക പെട്ടെന്ന് സ്പീഡിനെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഉത്രാടപ്പാച്ചിൽ എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എല്ലായിടും എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം അതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഉത്രാടപ്പാച്ചിൽ. അമ്മ ദേ സ്പീഡിന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാളത്തേക്ക് ഇതെല്ലാം സെറ്റാക്കണം. നാളത്തേനും കഴിഞ്ഞിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഒരൊറ്റ ദിവസത്തേക്കുള്ള ഒരു പ്രിപ്പറേഷനാണ് കേട്ടോ ഈ ഒരു ദിവസം മൊത്തം നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നാളെ ഇടാനുള്ള അത്തപ്പൂവിനുള്ള പൂവൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ അടുക്കളയൊക്കെ വൃത്തിയാക്കി നമ്മളിനി കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പം നാളെ രാവിലെ ഞാൻ എല്ലാം കാണിക്കുന്നതാണ്. പൂക്കളം ഇടുന്നതും സദ്യ അയക്കുന്നതും ഒക്കെ ഞാൻ എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. നാളെ തിരുവോണത്തിന് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു തിരുവോണം കഴിഞ്ഞിട്ട് വേണം കേട്ടോ അമ്മയ്ക്കൊന്ന് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ വേണ്ടി. അമ്മയ്ക്കൊരു സ്വസ്ഥതയില്ല കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര പണിയാണ്, ഭയങ്കര ജോലിയിലാണ് അമ്മ. അപ്പം പാവം എൻ്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഒരു സമാധാനം എന്ന് വെച്ചാൽ ഈ ഓണത്തിനുള്ള 10 ദിവസത്തെ വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർ ഓണപ്പരീക്ഷയ്ക്കുള്ള പേപ്പർ തരും. അപ്പം ഓണപ്പരീക്ഷയുടെ പേപ്പറൊക്കെ തരും. എനിക്ക് അതിൻ്റെ ഒരു സമാധാനക്കേടുണ്ട്. എന്തുവാണെങ്കിലും ആവട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഞാൻ ഓണപ്പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ തിരുവോണത്തിൻ്റെ അന്ന് കാണാം. ഓക്കെ, ബൈ, ടാറ്റ, ബൈ ബൈ, സീ യു, ഉമ്മ, ഗുഡ് നൈറ്റ്.